ഇന്നൊരു ബിരിയാണി കഥയായാലോ? രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പൂതി, ഒരു ബിരിയാണി കഴിച്ചാലോ? അങ്ങനെ നമ്മൾ വർക്കലയൊക്കെ ബിരിയാണി രാത്രി കിട്ടാൻ പ്രയാസമാണ്. രാത്രിയൊന്നും ബിരിയാണി കിട്ടുക, അഥവാ എവിടെയെങ്കിലും കിട്ടിയാൽ തന്നെ അത് ഉച്ചക്കത്തെ ആവും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ തിന്നാൻ പോയി. അതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വർക്കല ക്ലിഫിലെത്തിയ പാടെ സാൻവി ഓടിച്ചെന്ന് ക്ലിഫിൻ്റെ വ്യൂ നോക്കി താഴോട്ട് നോക്കി ഇങ്ങനെ നിന്ന്. അത് വെച്ചിട്ട് ഞാനൊരു റീലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇന്നാണ്, പക്ഷെ നമ്മൾ പോയത് ഇന്നലെയാണ്. ക്ലിഫിൽ അവിടെ കുറേ നേരം അങ്ങനെ നോക്കിയൊക്കെ നിന്ന് ശാന്തമായിട്ട് നിന്നതിന് ശേഷം ഞങ്ങൾ ആ ക്ലിഫിന് കൂടെ താഴോട്ട് ഇങ്ങനെ വ്യൂവും കണ്ട് കുറേ നേരം അങ്ങനെ നടന്ന്. അങ്ങനെ നല്ല രസമാണ് രാത്രിയിലെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിഫിൽ അവിടെ ധാരാളം ടൂറിസ്റ്റുകളായാലും അല്ലാതെ ആയാലും വന്നങ്ങനെ അങ്ങ് തിരക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു തിരക്കാണ്. പ്രത്യേക ഒരു വൈബാണ് അവിടെ രാത്രി ചെന്ന് കഴിഞ്ഞാൽ. അതിനേക്കാൾ ഉപരി അവിടുത്തെ കടകളിലേക്കുള്ള ഒരു സാധനങ്ങളൊക്കെ അങ്ങനെ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതായാലും എല്ലാം ഒരു പ്രത്യേക ഒരു നമുക്കൊരു ഇതാണ് തരുന്നത്. അപ്പം സാൻവി ഓരോ കടകൾ കാണുമ്പോഴും പറയും, അത് വാങ്ങിച്ച് തരുമോ അച്ഛാ, ഇത് വാങ്ങിച്ച് തരുമോ. അപ്പോൾ സാൻവിക്ക് മറ്റേ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കുട്ടുവിൻ്റെ ആ ചെവിയിൽ വെക്കണ സാധനമാണ് സാൻവി ഇട്ടേക്കണത്. അതും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് സാൻവി ഒരുപാടെടുത്ത് അതിന് വഴക്കിട്ടു. പക്ഷേ എന്തോ നമ്മൾ അന്നേരമൊന്നും നമ്മൾ സാൻവിക്ക് വാങ്ങിക്കൊടുത്തില്ല. അവരെല്ലാം എമൗണ്ട് പറയുമ്പോൾ 270 അത്രയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ഇന്നലെ ചേട്ടൻ്റെ പരിചയമുള്ളൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് 200-ന് ആ സാധനം തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അത് ഷോപ്പിൽ നിന്ന് അത് വാങ്ങി. അങ്ങനെ ഓരോ കടകളും ഇങ്ങനെ കണ്ട് ഓരോ കടകളും. അതുപോലെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേക ഒരു ഇതാണ്. ഇവിടെ മറ്റേ ഡിന്നർ നൈറ്റൊക്കെ ഉണ്ട്. അതിവിടെ ആകെ ആൾക്കാർ ക്യൂ ആണ് കയറാനെ കൊണ്ട്, വിദേശികളായാലും. അതുപോലെ നല്ലൊരു പ്രത്യേക ഇതാണ്. മുകളിലും താഴെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതാകുമ്പോൾ ക്ലിഫിൻ്റെ വ്യൂവും കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും. സാനി കുറേ ദൂരം നടന്നപ്പോൾ സാനി പറയുന്നു, അച്ഛാ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുകയാണ്. സാനിക്ക് ഒരുപാട് നടക്കാൻ ഭയങ്കര മടിച്ചിയാണ്. സാനി ഈ ബൈക്കിലൊക്കെ പോയി അങ്ങ് ശീലമായിപ്പോയി. ശകലം